നമസ്കാരം, റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലുവ മുപ്പത്തടത്തുള്ള ഒരു കിടിലൻ 2 വീടിന്റെ വിശേഷങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. എന്താണ് പറഞ്ഞു വരാൻ വേണ്ടി വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു അടിപൊളി വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ആ വീടിന്റെ ഓപ്പൺ ടെറസ് ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി വീടിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. മുപ്പത്തറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 250-300 മീറ്റർ മാറിയിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ എല്ലാ വീടിന്റെയും മുമ്പിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങണമെങ്കിൽ ഈ വീട് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തുടങ്ങുന്നത്. ഇതിന്റെ ഈ ആംബിയൻസ് മുകളിൽ നിന്നുള്ള വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് കയറിയത്. നിങ്ങൾ ആദ്യം ചുറ്റും കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കാണാം. അപ്പോൾ ഇതാണ് ആ വീടിന്റെ ശരിക്കും ഫ്രണ്ട് വ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആ മുകളിൽ നിന്നുള്ള ദൃശ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന്. അപ്പോൾ നമുക്ക് ഇതിന്റെ വീടിന്റെ മുറ്റത്ത് കയറി ഒരു കരയെ കാണാൻ പറ്റും. ഒരു 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ ആയിട്ട് വരുന്ന സിറ്റ് ഔട്ട് ഏരിയ. നമ്മൾ ഈ കയറി വരുന്ന ഭാഗമാണ് ലിവിങ് ഏരിയ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ TV യൂണിറ്റ് നമ്മൾ ചെയ്തില്ല. കാരണം വാങ്ങുന്നവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കോർണർ സോഫ സെറ്റിംഗ് ഇടാവുന്ന സ്പേസ് ഉണ്ട്. അതോടൊപ്പം കയറി വരുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ അതോടൊപ്പം തന്നെ ഇടതുവശത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. വലതുവശത്തായിട്ടാണ് 2 റൂം വരുന്നത് താഴത്തുള്ള. അപ്പോൾ നമ്മുടെ വീടിന്റെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയയിലൊക്കെ ഇന്റീരിയർ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 2ന്റെ നിലവിലുള്ള ഈ ഭാഗത്താണ്, റൈറ്റ് സൈഡ് ഭാഗത്താണ് 2 റൂംസ് വരുന്നത്. നമുക്ക് ആദ്യത്തെ ഈ റൂമിലേക്ക് കയറാം. അത് വിശാലമായിട്ടുള്ള റൂമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിനോടൊപ്പം ഈ റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല മെറ്റീരിയൽ, ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയൽസ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം കബോർഡ് വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ TV യൂണിറ്റ് പറഞ്ഞ പോലെ തന്നെ വീട് കബോർഡ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കബോർഡ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറോ അല്ലെങ്കിൽ മറ്റുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ബിൽഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്റ്റെയറിന്റെ സൈഡിലുള്ള ഭാഗത്താണ് 2ാമത്തെ റൂം വരുന്നത്, താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. സ്റ്റെയറിന്റെ ഇടയിലേക്ക് വരെ വരുന്നതാണ് ഈ 2ാമത്തെ റൂം വരുന്നത്. മറ്റു റൂമിൽ നിന്ന് വ്യത്യസ്തമല്ല, അത്യാവശ്യം വിശാലമായിട്ടുള്ള റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബോർഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ 2 റൂമിന്റെ വിശേഷം കഴിഞ്ഞു. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് അടുക്കള വരുന്നത്. മറ്റുള്ള റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ്, വെറ്റൂബ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ കളർ കബോർഡ് വർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ പണിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് കിച്ചന്റെ സ്ലാബിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഈ വലതു ഭാഗത്ത് ഒരു വർക്ക് ഏരിയയും കൂടി ബിൽഡർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാത്രം കഴുകാനുള്ള ഏരിയ, മറ്റു കുക്ക് ചെയ്യാനുള്ള ഏരിയ, അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ താഴത്തെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. 2 റൂം കണ്ടു, അടുക്കള കണ്ടു, അതിനോട് ചേർന്ന് വർക്ക് ഏരിയ കണ്ടു. ഇത് നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഇത് സ്റ്റെയറിന് ജെയിന്റെ SS സ്റ്റീലാണ് ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിനി
മുകളിലേക്ക് കയറാം. സ്റ്റെയർ കയറി വന്ന ഭാഗത്ത് വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ള മുകൾ ഭാഗത്ത്. കാരണം ഒരു റൂമൊക്കെ തന്നെ ആക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ ഉണ്ട്. വളരെ വലിപ്പമുള്ളൊരു ഏരിയയാണ്. അതോടൊപ്പം ഇതിന്റെ കയറി വരുന്ന റൈറ്റ് വലതുഭാഗത്താണ് മുകളിലുള്ള റൂം വരുന്നത്. റൂം എന്ന് പറഞ്ഞാൽ താഴത്തെ റൂം ഒന്നും വ്യത്യസ്തമല്ല, നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ റൂമിനെ. അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് നല്ല നേരത്തെ താഴത്തെ കണ്ടപ്പോൾ തന്നെ നല്ല ഫിറ്റിങ്സ് എല്ലാം നല്ല ബ്രാൻഡായിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് ഈ വാഷ്റൂം വരുന്നത്. മുകളിലുള്ള റൂമിനെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട് രണ്ട് സൈഡിൽ. കാരണം ഓഫായിട്ട് രണ്ട് സൈഡിൽ എടുക്കുന്നുണ്ട്, നല്ല കാറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലിവിംഗോട് ചേർന്നിട്ടാണ് മുകളിലുള്ള ഒരു ബാൽക്കണി വന്നേക്കുന്നത്. നമുക്ക് വൈകിട്ടൊക്കെ വന്ന് ചുമ്മാ ചില്ലടിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണത്. ഞാൻ ഇൻട്രോ പറഞ്ഞു, ഞാൻ പിന്നെ ആവർത്തിക്കുന്നില്ല. ഈ ബാൽക്കണിയും ഈ ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാലാണ് ഈ വീടിന്റെ ഹൈലൈറ്റ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ആലുവ മുപ്പത്തൊടുത്തുള്ള ഈ വീടിന്റെ വിശേഷങ്ങളാണ്. ഈ വീട് വരുന്നത് ഏകദേശം 5.5 സെന്റ് സ്ഥലത്തിലാണ്. ഏകദേശം 1900 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. 3 ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത്. വില വരുന്നത് 95 ലക്ഷം രൂപയാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടത് ഈ പ്രൊജക്റ്റിൽ തന്നെ മറ്റൊരു വീട് കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോക്ക് ചെയ്തതാണ്. കാരണം ഈ 2 വീടിനും കോമൺ ആയിട്ട് ഒരു കിണർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വന്നത് ഞാൻ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തതാണ്. ഐ ആം അജയ് ഘോഷ് ഫ്രം റിയൽ എസ്റ്റേറ്റ്. പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളായി എത്തുന്നവരെ ഗുഡ് ബൈ.